ഹലോ ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയിൽ വീണ്ടും നമ്മുടെ സച്ചിയും രേവതിയും തമ്മിൽ അടിപിടി ഉണ്ടാകും കേട്ടോ. വേറൊന്നുമല്ല, കാരണം ഇപ്രാവശ്യം നമ്മുടെ ശരത്തിന്റെ പിറന്നാൾ ആഘോഷം നടക്കുകയാണ്. അപ്പൊ നമ്മുടെ ശരത്ത്, നമ്മുടെ രേവതിയുടെ അനിയൻ, നമ്മുടെ രേവതിയെ ക്ഷണിക്കുന്നുണ്ട്, അപ്പുറത്തെ സച്ചിയെ ക്ഷണിക്കുന്നുമില്ല. അപ്പൊ നമ്മുടെ സച്ചി കാര്യം പറയുമ്പോൾ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ ഭർത്താവാണോ വലുത്, നിനക്ക് സഹോദരനാണോ വലുത്, ഞാൻ വരുന്ന പരിപാടിക്ക് നീ പോയാൽ മതി, നീ ഇവിടെ നിന്നും എങ്ങോട്ടും പോകണ്ട എന്ന് പറയുകയാണ്. പിന്നീട് നമ്മുടെ സച്ചി ഓട്ടത്തിന് പോകുന്നുണ്ട്. അപ്പൊ രേവതി അവിടെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അത് കാണുമ്പോൾ നമ്മുടെ വർഷ വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി വേഗം ഫംഗ്ഷന് പോയിക്കോ, സച്ചിയേട്ടനൊന്നും പറയത്തില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതിനെ പറഞ്ഞു വിടുക കേട്ടോ. അപ്പൊ രേവതി വിചാരിക്കും സച്ചി തിരികെ ഓട്ടത്തിന് പോയി തിരികെ വരുന്നതിന് മുമ്പ് രേവതിക്ക് തിരിച്ച് വീട്ടിലെത്താം എന്നും വിചാരിച്ച് വേഗം പോകും. പക്ഷെ അതിനിടയിൽ നമ്മുടെ സച്ചി വരുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ ഇത് എങ്ങനെയും നമ്മുടെ സച്ചിൻ അറിയിച്ചേ പറ്റൂ. രേവതി പോണ കാണുമ്പോൾ തന്നെ നമ്മുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷവും, കാരണം അവിടെ ഒരു ഉടക്ക് ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഉറപ്പായല്ലോ. അപ്പൊ നമ്മുടെ സച്ചി വരുമ്പോ തന്നെ പറയുന്നുണ്ട്, ആ അവൾക്ക് നിന്നെയൊന്നും വേണ്ട, അവൾക്ക് അവളുടെ വീട്ടുകാരാണ് വലുത്, നീ വേണേ വീട്ടിൽ പോയി നോക്കടാ, അവക്കടെ അവൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മ പിരിയേറ്റ് സച്ചിനെ അങ്ങോട്ട് രേവതിയുടെ വീട്ടിലേക്ക് വിടുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മുടെ ഒരു സച്ചി ഭയങ്കര കുറെ ഒച്ചപ്പാടൊക്കെ എടുക്കുന്നുണ്ടേ. നിനക്ക് എന്നേലും വലുത് ഇവനാണല്ലേ, ഇനി നീ ഇവിടെ തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെട്ട് പോവുകയും നമ്മുടെ രേവതി അവിടെ കിടന്ന് ഇങ്ങനെ കരയുകയും ചെയ്യുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.